friends, welcome to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് ചാലഞ്ച് വീഡിയോ ആയിട്ടാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനെ കൊണ്ടോ അല്ലെങ്കിൽ ബ്രദറിനെ കൊണ്ടോ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ടോ ഒക്കെ പോട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടോ മേക്കപ്പ് ചെയ്യിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കുക കേട്ടോ. അവർ ചിലപ്പോൾ നമ്മളെക്കാൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് തരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കൊളാക്കി തരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു മേക്കപ്പ് ചാലഞ്ച് വീഡിയോ ആയിട്ടാണ്. ഇന്ന് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടും കൊളീഗും ആയിട്ടുള്ള കെന്നാണ്. സോ നമുക്ക് കെന്നെ വെൽക്കം ചെയ്യാം. സോ കെൻ, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇതിന് മുന്നേ ആരെങ്കിലും മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സ്വയം മേക്കപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. ഇല്ലല്ലേ? ഓക്കെ. ഇതിലുള്ള പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയും. ഫസ്റ്റ് നമ്മൾ അത് അറിയണമല്ലോ. കമ്മൽ, പിന്നെ ഇതെന്തൊക്കെ ഒരു ക്രീംസ്, മോയ്സ്ചറൈസർ, അതുപോലെ എന്തൊരു സംഭവം. ഇത് മസ്കാര, ഇത് മറ്റേ കണ്ണിൽ തേക്കുന്ന സംഭവമല്ലേ? ഇതിന്റെ പേര് ഒരു ഇല്ല, തെറിച്ചു പോകുന്നില്ലല്ലോ. ഐയുടെ ഈ ഭാഗത്ത് തേക്കുന്നു. ഇത് ഇതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ. ചുരുക്കം പറഞ്ഞാൽ നല്ല ധാരണയാണല്ലേ. ആദ്യം ഈ സംഭവം മേക്കപ്പ് ബേസ് ഇത് തന്നെ ആയിരിക്കണം. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ മതിയാവുമല്ലോ അല്ലേ? സ്കിന്നാണെന്നൊരു കൺസിഡറേഷൻ തരും. ഇത് നേരിട്ട് അപ്ലൈ ചെയ്താൽ പോരെ? ഇത് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എങ്ങനെയാണോ പരിചയമുള്ളത് അങ്ങനെ അപ്ലൈ ചെയ്യാം. അവസാനിപ്പിച്ചു. ഇത് കൊള്ളാം. ഇതിപ്പോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മറ്റേ നാടോടി നൃത്തത്തിന്റെ സ്റ്റൈലിലായിട്ട് ഒരു സംശയം. ഇല്ല, വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതെന്ന് വെച്ചേക്കല്ലേ, ഫുൾ കവറേജ് സൂപ്പർ ബ്ലെൻഡബിൾ. ഇത് കണ്ണിൻ്റെ മുകളിലേക്ക് മാത്രമുള്ളതാണോ? ഇതും വേണ്ട. ഇതും വന്ന് നോക്കാം. ഇത് ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തൊരു ഗ്ലോ ഒക്കെ വരുന്നുണ്ട്. കുറച്ച് കൂടി പോയോ? ഈ ഗ്ലോ വരുന്ന സാധനത്തിന്റെ പേരാണ് ഹൈലൈറ്റർ. ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും എങ്ങനെയാണ് ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടതല്ലേ? അത് മനസ്സിലായി. കഴിവുകളൊക്കെ വല്ലാണ്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഏകദേശം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടെന്നാണ്. മറ്റേ ലിപ് ബാം തേക്കാം. ഈ ലിപ് ബാം തേച്ചു അല്ല, അപ്പൊ കണ്ണിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന സംഭവം ഇതാണ്. അല്ല, ഇത് മുമ്പത്തെ സംഭവം പോലെ തന്നെ ഒരു ബ്രഷാണല്ലോ. വലിയ കുഴപ്പമില്ലല്ലോ. ഇനി ഇതിൽ കുറേ സംഭവങ്ങൾ ബാക്കിയുണ്ടല്ലോ. ഈ സംഭവം ചെയ്യാം. ഇതിൽ പിങ്ക് കളർ ഇല്ല, മൊത്തത്തിലൊരു പിങ്ക് കളർ അടിക്കാനുള്ള പരിപാടിയല്ലേ? ഒരു പുരുവത്തിന്റെ ഡിസൈനിങ് അനുസരിച്ചിട്ടുണ്ട് പോയാൽ. അതെ, അത് മനസ്സിലായി. പക്ഷേ ഈ അറ്റത്ത് ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, ഒരു ബാക്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ. ഇല്ല, ഈ സംഭവം അല്ലേ ഇത്? പക്ഷേ കണ്ണിന് ഈ ഭാഗത്ത് എഴുതാനുള്ളതല്ലേ? തുറന്നോ. ഇനി എന്താ ഇതിൽ ചെയ്യാനുള്ളത്? ഫേസ് മോയ്സ്ചറൈസർ ഫോർ ഡ്രൈ സ്കിൻ. ഇപ്പം അത്യാവശ്യം കൊള്ളാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ടോ? ഫുൾ കവറേജ് സൂപ്പർ ബ്ലെൻഡബിൾ. അയ്യോ, ഇതിപ്പോൾ വേറെ ഇതെല്ലാം മറ്റേ ഇങ്ങനത്തെ ബ്രഷാണല്ലേ? ഇത് കൊള്ളാതെ ആക്ച്വലി. മുമ്പ് മൊത്തം ഒരു വെള്ള കളറാണ്. ഇത് മൊത്തത്തിൽ ചെയ്തേക്കാം. ഓക്കെ, ഡൺ. കഴിഞ്ഞോ? അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഓക്കെ ആണ്. എന്റെ കഴിവിനെ കൊണ്ട് ഇല്ല, ഒട്ടും മാറി വേണ്ട. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. എന്നെ കൊണ്ട് പറ്റുന്നത് ഇത്രയാണ്. ആ ലെവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ ഒന്ന് സൂം ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചോളൂ. ഈ ഭാഗത്ത് ഭയങ്കര എന്താ പോലെ ആയിട്ടല്ലേ? ഈ ഒരു പോയിന്റിൽ മുടി ഒന്ന് അയച്ചിട്ട് നോക്കി നോക്കിയാ ഏത് അറിയാലോ. അയച്ചിട്ട് നോക്കി. അതുപോലെ മുടി വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ കെന്നിൻ്റെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ. എങ്ങനെയുണ്ട് കെന്നിൻ്റെ മേക്കപ്പ്, ഇത് നന്നായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം പറയണേ. അപ്പോൾ ഇനിയിപ്പോൾ കെന്നി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ചെറിയൊരു കാര്യത്തിൽ മാത്രം കുഴപ്പമില്ലാതെ തോന്നുന്നു. കാരണം ഫസ്റ്റ് ചെയ്തത് ബേസാണ് ചെയ്തിട്ടുള്ളത്. വലിയ പ്രശ്നമില്ലാണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പേര് വായിച്ച് നോക്കിയിട്ടുണ്ട്. പേര് വായിച്ച് നോക്കിയിട്ടും ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചെയ്തിരിക്കുന്നത്
ഫൗണ്ടേഷനാണ്. അതും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, വീഡിയോ കാണുമ്പോൾ അറിയാം. പിന്നെ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഇത് കൺസീലറാണ്. അതായത് നമ്മുടെ പിഗ്മെന്റഡ് ഏരിയാസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കൺസീലർ. ഇതിൽ വേറെ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈലൈറ്ററാണ്. ഈ ഹൈലൈറ്റർ നമ്മൾ അതായത് ഈ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയ കുറച്ചൊരു ഗ്ലോയി ആയിട്ട് നമ്മുടെ ഈ നോസിൻ്റെ ഈ പോർഷൻ ഇവിടെയും ചെറുതായിട്ടൊന്ന് ഗ്ലോയിങ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ തിരുമ്പ ചെറിയ ഗ്ലോ കാണില്ല, അത് കാണാൻ. അതാണ് എൻ്റെ മുഖത്ത് ഈ മാതിരി വാരി തേച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ഓർത്തത് മറ്റേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മറ്റേ വാട്ടർ കളർ ഉണ്ടാവില്ലേ, അതുപോലെ പല കളേഴ്സ് അതിൽ കളർ എടുത്ത് അടിക്കുക. എൻ്റെ മുഖത്തുണ്ട്. പിന്നെ ഓക്കെ, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മസ്കാരയാണ്, ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇത് നമ്മുടെ ഐബ്രോ പാലറ്റാണ്, ഇതും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പോയത് കാജലാണ്. ഇത്രയും മേക്കപ്പ് ചെയ്ത വെളിച്ചത്തിൽ എന്താണ് കെനിൻ്റെ ടോട്ടൽ ഒരു എക്സ്പീരിയൻസ്? ഈ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ജോലിയാണ് എന്ന് മനസ്സിലായി. എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടും ഇതൊരു വലിയ സംഭവമാണെന്ന് മനസ്സിലായി. ഏകദേശം ഇതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്, തീർച്ചയായും വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ മേക്കപ്പ് ചെയ്ത ഒരാൾ ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് വേറൊരാളുടെ എന്താണ് അവർക്ക് പറയാനുള്ളതും കൂടെ നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് എൻ്റെ ഈ മേക്കപ്പിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ എന്താണ് ഉള്ളതെന്നും കൂടെ നോക്കിത്തരാം. ടോട്ടലി എൻ്റെ മേക്കപ്പ് മനസ്സിലാവുന്നുണ്ട്. ആരാ ചെയ്തതെന്ന് കൂടെ ചോദിക്കും. ശരിക്കും ഞാൻ സത്യം പറയട്ടെ, പെയിന്റ് അടിച്ച് വെച്ചതുപോലെയുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമായി, ഡ്രസ് ഇഷ്ടമായി, ലിപ്സ്റ്റിക് ഇഷ്ടമായി, ഇവിടെ ബ്ലഷ് ചെയ്തത് ഇഷ്ടമായി. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്ത ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തതാണ് അത്